കല അതാണ്. ഈ സിനിമ കാണുന്ന നേരത്ത് നമുക്ക് കരുത്തിൽ വരുന്നത് ഇത് ഷൂട്ട് ചെയ്തതാണെന്നും ഇത് സത്യസന്ധമായ കഥയല്ലെന്നും അറിയാം. നമ്മൾ എന്താ കരയുന്നത്? മറ്റൊരുത്തിനെക്കുറിച്ച് ഓർത്തു. ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അല്ല, ഇതൊരു ഫിക്ഷനാണെന്ന് നമുക്ക് അറിയാം. ഈ കലാബോധമാണ് രമേശ് നാരായണൻ്റെ വശം കൂടി ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഒരാൾ പോലും ആ കാര്യം അന്ന് പങ്കുവച്ചില്ല. പക്ഷെ ആസിഫ് അലി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നിശബ്ദരാകുകയും രമേശ് നാരായണന് ഒരു വശമുണ്ട്. അങ്ങനെ ഒരു വശം ഉണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ അല്ലേ? ഇനി സാറിന്റെ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ കുറേ സിനിമകളിൽ ഇപ്പം മാർത്താണ്ഡൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു പുതിയ പടത്തിലാണ് ഇപ്പം ഉടനെ എഴുതാൻ പോകുന്നത്. മമ്മൂട്ടി ചിത്രമാണ്. പുതിയ സംവിധായകരുടെ കുറേ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളുണ്ട്. ഇതൊന്നും കുഞ്ഞു കുഞ്ഞല്ല, വലിയ ചിത്രങ്ങൾ തന്നെയാണ്. അവരോട് എല്ലാ അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ഈ ആകാശ് പറഞ്ഞിട്ട് ഞാൻ ചില സംവിധായകരെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും അയ്യോ ചേട്ടാ, അയ്യോ ആ പിന്നെ എന്നൊക്കെ പറയും. ഈ അവർക്ക് ഉള്ള പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ട പടത്തിൽ അഡ്ജസ്റ്റബിൾ ആവും എന്നൊക്കെ ആയിരിക്കും. പക്ഷെ പുതിയ കാലത്തെ സിനിമകളിൽ പാട്ടെഴുതാൻ പുതിയ ആൾക്കാർക്ക് മാത്രമേ അവസരം എനിക്ക് നൽകാനാവൂ എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. കാര്യം എനിക്ക് അവസരം നൽകിയവരും ഞാൻ ആരാധിച്ചവരും ഇപ്പോൾ സിനിമയിൽ സജീവമല്ല. ആ ബോധ്യം നന്നായിട്ടുള്ളതുകൊണ്ട് പുതിയ സിനിമയിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മഹാറാണി ആണ്. മഹാറാണി എന്ന് പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ പടത്തിൽ പുതിയ കാലത്തിൻ്റെ പാട്ടുകൾ പോലെ ഒരുപാട് പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓ, അത് ശരിയാ. സിറ്റുവേഷൻ സോങ്സ് ആണ് പലതും. റീമ്യൂസിക്കിനൊപ്പം പാട്ട് എഴുതുന്ന സിറ്റുവേഷൻ ഉണ്ട്. റീമ്യൂസിക്കിന് പകരം ഒരു പാട്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? പുതിയ ടൈപ്പിലുള്ള പാട്ട്. ഒരു പാട്ടെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയൊരു പാട്ട് മഹാറാണി. ഇതിപ്പോ എന്താ പറയാ, ഒരു ചേസിങ് സോങ് പോലത്തെ ഒരു പാട്ടുണ്ട്. അതായത് കടയടയുടെ രഘുവര എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു കഥ. ഫസ്റ്റ് ഞാൻ ചോദിച്ചു ഇതൊക്കെ ആരാണ് ഈ ഓടി നടക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു മറ്റേ കടക്കാരൻ രഘുവരനും മണിയപ്പനും ഇതൊക്കെ ആര് മാത്തണ്ണം പറയുവാണ്. എനിക്ക് മനസ്സിലായി. ഞാനത് എങ്ങനെ എഴുതിയത്? ബഹളം നടക്കുവാണ്. മഹാറാണിയെ തിരക്കി പോവുകയാണ്. സിറ്റുവേഷൻ, ഒരു വണ്ടി എടുക്കുന്നു, അവിടെ റീമ്യൂസിക് വേണ്ട, ഒരു പാട്ട് മതി എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗോവിന്ദ് വസന്ത ചേട്ടനായിരുന്നു മ്യൂസിക്. അപ്പോൾ കടയടയുടെ രഘുവര, അടിപിടി മതി മന്മത, ഇനി അവളുടെ കളികളിൽ ഇടപെടും മണിയപ്പ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈല്. എന്നാൽ അച്ഛനത് ഇഷ്ടമല്ല കേട്ടോ. അച്ഛനെ എനിക്ക് വലിയ ഞാൻ അയാം വെരി സോറി 4000 സോറി എഴുതിയപ്പോൾ അന്നത്തെ കാലത്ത് നല്ല ട്രെൻഡിങ്ങും അന്ന് കോളേജ് ഉദ്ഘാടനങ്ങളിലൊക്കെ സാറിനെ വിളിച്ചോണ്ട് പോയതൊക്കെ ആ പാട്ടുകൾ പ്രകാരമല്ലേ? ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പ്രണയമായാല് BA-ക്കാരും MA-ക്കാരും തമ്മിലുള്ള റാഗിങ് സോങ് ഉണ്ട്. അത് കന്നഡയാണ്, ഭാഷ അറിയാൻ മേല. അവിടെ നമ്മൾ ഇഷ്ടം പോലെ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയ പാട്ടാണ്. കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും ആർട്സും കോമേഴ്സും പരുക്കൻ ക്ലാസ് റൂം സബ്ജക്ട്സ് ഇതെല്ലാം അപ്പടി ന്യൂസൻസ്. ക്യാമ്പസിൻ പടിയേറി വരുന്നവർ അറിയുക മാനേഴ്സ്. പഠിക്കൂ പുത്തൻ ലോ ബുക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ് എന്ന് എഴുതിയാണ്. ഈ ഐസ്ക്രീമും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഒരാൾ പുറകെ നടക്കണം. ആരാണ്? വിവേക് അല്ലേ? പഴയ എന്തും എഴുതാം. ഐസ്ക്രീമും കൊണ്ട് നടന്നിട്ട് ജാഗു ജാഗു എന്താണ് പറയുവാണ്. നമുക്ക് ഭാഷ അറിയില്ല. അപ്പം ഞാൻ ഐസ്ക്രീമിനെ മുത്തി നുണഞ്ഞാൽ ഹൈ സ്പീഡിൽ ഗുണ്ടുമണി നീ ഡയറ്റിങ്ങിലെ സ്ലിമ്മായിടുമോളെ കേട്ട് കാണും. അപ്പൊ ഇങ്ങനെയൊക്കെ പണ്ടേ 22 വർഷം മുമ്പേ എഴുതിയിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ വേറെ ടൈപ്പാണ് പദങ്ങളൊക്കെ. ഇപ്പം വാടാ പോടാ, ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് വാടാ എന്നൊക്കെ എഴുതാനും നമുക്ക് താല്പര്യമാണ്. പാട്ട് സിറ്റുവേഷനിലാണ് പിറക്കുന്നത്. അത് ഗിരീഷ് പുത്തഞ്ചേരി പറയാറുണ്ട്. തവളപിടുത്തക്കാരന് വേണ്ടിയും വിഡ്ഢിക്ക് വേണ്ടിയും വേദാന്തിക്ക് വേണ്ടിയും പാട്ടെഴുതും. 3 തരം പാട്ടാവും. വയലാർ ഒരേ കാലത്ത് എഴുതിയ പാട്ടുണ്ട്. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്നെഴുതിയ വയലാർ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ എഴുതിയ വേറൊരു പാട്ടുണ്ട്. ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തും കല്ല്, തിരുപ്പതി മലയിലും കല്ല്, തിരുച്ചെന്തൂരിലും കല്ല്. കല്ലിനെ പൂജിക്കുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരൻ മറക്കരുത്. ഇത് രണ്ട് സിറ്റുവേഷനിൽ എഴുതിയപ്പെട്ട പാട്ട്. അച്ഛനെ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ അറിയില്ലേ? അറിയാം. അപ്പൊ ഈ പഴയ പാട്ടുകളിൽ എഴുതിയിരിക്കുന്നൊക്കെ അച്ഛനാണെന്ന് പിന്നെ അവർക്കറിയാം. അവർക്ക് എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അതായത് സാമവേദ നോവലിനോടത്തിയ സമയമൊക്കെ അവർക്ക് ഭയങ്കര ആരാധനയാണ്. പിന്നെ മല്ലു സിംഗിലെ പാട്ടായാലും റോമൻസിലെ സൗണ്ട് ഓമലെ മല്ലു സിംഗിലെ പാട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സാമവേദ നോവലിനോടത്തിയ സമയം അവർക്ക് ഭയങ്കര, പലരും ഞാൻ പറഞ്ഞു അയ്യോ അതിന്റെ അച്ഛനാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇത്. ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം ഇതൊന്നുമല്ല.
3.5 കോടിയോ മറ്റേ മലയാളിയല്ലേ ഉള്ളൂ. ഒരു പിന്നെ യൂട്യൂബിലൊരു പാട്ടിട്ടാലോ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടാലോ 1 കോടിയൊന്നും ആരും കാണാൻ പോണില്ല. മിക്കവാറും 2 കോടി 3 കോടി കണ്ട അത്ഭുതമാണ്. പക്ഷെ 18 കോടി 19 കോടി കണ്ട പാട്ടുകളൊക്കെ ഉണ്ട് നമ്മുടെ. അത് ഈ കുഞ്ഞു കുട്ടികളുടെ പാട്ടൊക്കെ കുഞ്ഞു കുട്ടികളുടെ പാടല്ലേ, കൊമ്പനാന കുട്ടപ്പ, വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, പൂവങ്കോഴി, കൊക്കരക്കോഴി. അപ്പോൾ ഒരു ദിവസം ഞങ്ങളൊരു ഗസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, വീട്ടിൽ ചെന്നപ്പോൾ, സാറിൻ്റെ പാട്ട് കേൾക്കാതെ രാവിലെ ഞങ്ങൾ പിന്നെ എഴുന്നേക്കാറില്ല. ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോഴും ഞങ്ങൾ സാറിൻ്റെ പാട്ട്, ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ സാറിൻ്റെ പാട്ട് കേട്ട് ഉറങ്ങുള്ളൂ. കളിയാക്കുവാണോ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. കളിയാക്കുവാണോ? പിന്നെ മനസ്സിലായത് ആ കുട്ടികൾ 3 പ്രാവശ്യം ആഹാരം കഴിച്ചാലും ഈ പാട്ട്. അങ്ങനെ ഈയിടെ നോക്കിയപ്പോൾ 19 കഴിഞ്ഞ് 21 കോടി. 21 കോടി ജനങ്ങൾ ഒരു മലയാളം പാട്ട്, ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്ത ചില പാട്ടുകളാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല പാട്ട്. ചില ആൾക്കാർ ഓടി വന്നിട്ട് പറയും ഇന്ന ബാലയിലെ പാട്ട് കൊള്ളാന്ന് പറയും. ബാലയിൽ ഞാനത് മറന്നുപോയി. ചിലപ്പം പറയുന്നു അങ്കമാലി അമൃതയിലെ പാട്ട് കൊള്ളാം, കാളിദാസ കലാകേന്ദ്രത്തിലെ പാട്ട് ഉഗ്രം പാട്ടാണ്, അമ്പലപ്പുഴ നാടകം, ഇങ്ങനെയൊക്കെ പറയും. അപ്പം എവിടെയൊക്കെ എഴുതിയ പാട്ടാണ് ജനത്തിന് ഇഷ്ടപ്പെട്ടതെന്ന് അറിയാനൊക്കില്ല. നമ്മൾ എഴുതിയതെല്ലാം വളരെ ധ്യാനത്തോടെയും ആത്മാർത്ഥതയോടെയുമാണ്. 4500ഓളം പാട്ടുകൾ ഇപ്പം തന്നെ എഴുതി. ഇനിയും സാറിന് മുന്നോട്ട് ഇനിയും പുതിയ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെയും പാട്ടുകൾ കേൾക്കാൻ സാറിൻ്റെ കൈവിരലുകൾക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ സിനിമ തന്നെ ഒരു ക്രിട്ടിക്സ് അവാർഡൊക്കെ കിട്ടി. ഇനിയും വലിയ അവസരങ്ങളും അല്ലെങ്കിൽ കവിതാ രചനയിലാണെങ്കിലും വലിയ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ നേരത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മളെക്കാൾ വലിയ ആൾക്കാരാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ 2-3 പാട്ടൊക്കെ അങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ദിവസവും സങ്കടം അനുഭവിക്കുന്നവരാണ് ഈ കേൾക്കുന്നതൊക്കെ പലരും. അവരെ വലിയ ബഹുമാനമാണ് എനിക്ക്. പക്ഷെ പരിചയമില്ലാത്ത അത്തരം കേൾവിക്കാരോട് ഒരുപാട് ഇഷ്ടം കൂടാനും സൗഹൃദത്തിലെത്താനും അവരെ തിരിച്ചറിയാനും അവരോട് വലിയ ബഹുമാനം ഉണ്ടെന്ന് പറയാനും, ഞങ്ങളെപ്പോലുള്ള പ്രതിഭകൾ നിങ്ങളോടൊപ്പം ഒന്നും എത്തില്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എന്ന് പറയുവാനാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്. ഈ കേട്ടിട്ട് താഴെ കമൻ്റൊക്കെ ഇടുന്ന ചില ആൾക്കാരുണ്ട്, ചില കുരുപൊട്ടുന്നവർ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടൊപ്പം ഒന്നും വളരാൻ ഞങ്ങൾ മത്സരത്തിലല്ല. ഞങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ കേൾക്കുന്ന പാട്ടായതുകൊണ്ട് മാത്രം ഒരു അഭിമുഖം സാധ്യമായി എന്നുള്ളൂ. അത്രയേ ഉള്ളൂ. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് നിങ്ങളുടേതായൊരു ജീവിതമുണ്ട്. ആ അപരോന്മുഖ ദർശനമാണ് എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരോടും എനിക്ക് ബഹുമാനമാണ്. ഈ വിശ്വപ്രകൃതിയിൽ ഒരു മുല്ലപ്പൂവിതൾ വിരിഞ്ഞാൽ അത് എൻ്റെ വീട്ടിൽ വിരിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. കാട്ടിലെ കതിർകാണാക്കിൽ ചിലച്ചാൽ മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിധിയുമ്പോഴൊക്കെ അതൊക്കെ എൻ്റെ സങ്കടമാണെന്ന് തോന്നും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ വലിപ്പം ജോലിയിലോ ജാതിയിലോ നിറത്തിലോ ഒന്നും അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരോടും നന്ദി പറയാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്.